നമസ്കാരം. റഷ്യയുടെ ചുവന്ന ചതുരത്തിൽ വിജയദിന പരേഡിന്റെ ആവേശം അലതല്ലുമ്പോഴും ലോകം ഉറ്റുനോക്കിയത് വ്ളാഡിമിർ പുടിൻ എന്ന ഭരണാധികാരിയുടെ വാക്കുകളിലേക്കായിരുന്നു. ഉക്രൈൻ അതിർത്തികളിൽ യുദ്ധകാഹളം അടങ്ങുമ്പോഴേക്കും പടിഞ്ഞാറൻ ഏഷ്യയിൽ പുകയുന്ന മറ്റൊരു വലിയ യുദ്ധസമാനമായ അന്തരീക്ഷം തണുപ്പിക്കാൻ പുടിൻ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നു എന്ന അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും കാലപ്പഴക്കം ചെന്ന ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് പുടിൻ ഇത്തവണ എത്തിയത്. ഇറാൻ ആണവോർജത്തെ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നും അതിനുള്ള തെളിവുകൾ റഷ്യയുടെ പക്കലുണ്ട് എന്നും അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഇറാന്റെ പക്കലുള്ള യുറേനിയം ശേഖരം റഷ്യയിലേക്ക് മാറ്റാമെന്ന പുടിന്റെ വാദം കേവലം ഒരു സാങ്കേതിക നീക്കം മാത്രമല്ല, മറിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഇറാനുമേൽ അടിച്ചേൽപ്പിക്കുന്ന അനാവശ്യ ഭീതിയെ ഇല്ലാതാക്കാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ കൂടിയാണ്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ തിരിച്ചുവരവ് ആഗോള രാഷ്ട്രീയ ചതുരംഗത്തിൽ പുതിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഉക്രൈനിൽ പ്രഖ്യാപിക്കപ്പെട്ട വെടിനിർത്തൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമാണ്. അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇത് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഏകപക്ഷീയമായ അതീശത്വത്തിന്റെ അതീശത്വത്തിന് ഏറ്റ ഏക തിരിച്ചടി എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാൻ വിഷയത്തിലും ട്രംപുമായി ചേർന്ന് ഒരു ഒത്തുതീർപ്പിലെത്താൻ പുടിൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒത്തുതീർപ്പ് ഇറാന്റെ താല്പര്യങ്ങൾ ബലികഴിച്ചുകൊണ്ടാവില്ല എന്ന ഉറച്ച നിലപാട് നമ്മുടെ റഷ്യക്കുണ്ട്. IAEA എന്ന അന്താരാഷ്ട്ര ഏജൻസിയുടെ മേൽനോട്ടത്തിൽ റഷ്യയും ഇറാനും തമ്മിലുള്ള ആണവ സഹകരണം തുടരുമെന്ന് പുടിൻ വ്യക്തമാക്കുമ്പോൾ അത് ഇറാൻ എന്ന രാജ്യത്തിന്റെ പരമാധികാരത്തിനുള്ള വലിയൊരു പിന്തുണ കൂടിയായി മാറുകയാണ്. എന്തായാലും ഉപരോധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന പടിഞ്ഞാറൻ നയങ്ങൾക്കുള്ള കനത്ത മറുപടി. റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം കേവലം ഒരു രാഷ്ട്രീയമല്ല, മറിച്ച് സമാനമായ വെല്ലുവിളികൾ നേരിടുന്ന രണ്ട് കരുത്തരായ സുഹൃത്തുക്കളുടെ ഐക്യം കൂടിയാണ് ഇവിടെ ഉറപ്പിക്കുന്നത്. ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജ് റഷ്യയിലെത്തി പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചകൾ ഈ ബന്ധത്തിന്റെ ആക്കം കൂട്ടുന്നു. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം റഷ്യയിലേക്ക് മാറ്റുന്നതിലൂടെ അമേരിക്ക ഉയർത്തുന്ന ആണവ ഭീഷണി എന്ന പുകമറയെ പാടെ ഇല്ലാതാക്കുന്നു. ഇത് ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ നീക്കം ചെയ്യാനുള്ള വഴിയൊരുക്കിയേക്കും. എന്തായാലും ബുഷേഹർ ആണവ നിലയത്തിന്റെ നിർമ്മാണത്തിൽ റഷ്യ നൽകുന്ന സഹായം ഇറാന്റെ ഊർജ മേഖലയെ ശക്തിപ്പെടുത്തുക മാത്രമല്ല, ലോകത്തിന്റെ ഏറ്റവും വലിയ ഊർജ സഖിയെ ഈ രണ്ട് രാജ്യങ്ങളും മാറുന്നതിന്റെ സൂചന കൂടിയാണ്. പടിഞ്ഞാറൻ രാജ്യങ്ങൾ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളെ റഷ്യയുടെയും ഇറാന്റെയും സാങ്കേതിക തികവും വിഭവസമ്പത്തും കൊണ്ട് നേരിടാനാവുമെന്നാണ് ഈ സഖ്യം തെളിയിക്കുന്നത്. വിജയദിന പരേഡിൽ പുടിൻ നടത്തിയ പ്രസംഗത്തിൽ നാറ്റോയെ രൂക്ഷമായി വിമർശിച്ചത് ചുമ്മാതെയല്ല. റഷ്യയുടെ അതിർത്തികളിൽ നാറ്റോ നടത്തിയ പ്രകോപനങ്ങൾ ഉക്രൈൻ യുദ്ധത്തിന് കാരണമായോ എന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി മാറുകയാണ്. റഷ്യൻ സേനയ്ക്കൊപ്പം ഉത്തര കൊറിയൻ സൈനികർ പരേഡിൽ അണിനിരക്കുന്നത് ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശം വ്യക്തമാണ്. എന്താണ് ആ സന്ദേശം? റഷ്യ ഒറ്റയ്ക്കല്ല എന്ന സത്യം. ഇറാൻ, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ പിന്തുണയോടെ ഒരു പുതിയ ഏഷ്യൻ യൂറോപ്യൻ സഖ്യം രൂപപ്പെടുകയാണ്. ഉക്രൈനിൽ നിന്നും ആയിരക്കണക്കിന് തടവുകാരെ കൈമാറിയത് റഷ്യയുടെ സമാധാനപരമായ നിലപാടിനെയാണ് ഇവിടെ കാണിക്കുന്നത്. റഷ്യയുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിൽ പുടിൻ വിജയിച്ചിരിക്കുന്നു എന്നാണ്. ഇറാന്റെ കാര്യത്തിലും സമാനമായ ഒരു സമാധാന ഇടനാഴി നിർമ്മിക്കുകയാണ് പുടിൻ ശ്രമിക്കുന്നത്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഏകധ്രുവ ലോകം അവസാനിക്കുകയാണ് എന്നതിന്റെ സൂചനയാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ വ്യക്തമാക്കുന്നത്. ഇറാൻ വിഷയത്തിൽ റഷ്യ എടുക്കുന്ന നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ അവരുടെ പ്രസക്തി വർദ്ധിപ്പിക്കുകയാണ്. യുറേനിയം കൈമാറ്റത്തിലൂടെ ഇറാനുമേലുള്ള സമ്മർദ്ദം കുറയ്ക്കുവാനും അതുവഴി പടിഞ്ഞാറൻ ഏഷ്യയിൽ യുദ്ധ സാധ്യതകൾ ഇല്ലാതാക്കാനും സാധിക്കുന്നുണ്ട്. ഉപരോധങ്ങൾക്കും ഭീഷണികൾക്കും അപ്പുറം പരസ്പര വിശ്വാസത്തിലും ബഹുമാനത്തിലും അധിഷ്ഠിതമായ ഒരു ആഗോള വ്യവസ്ഥിതിയാണ് പുടിനും ഇറാനും മുന്നോട്ട് വെക്കുന്നത്.